വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ 10th ലെവലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലും ഗ്രൂപ്പ് ഡി എക്സാമുകളൊക്കെ ഇനി വരാൻ പോവുകയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ എക്സാമുകൾക്കൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇന്ത്യയില് ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ. നാസയുടെ ആർട്ടമിസ് 2 എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കുക. നാസയുടെ ആർട്ടമിസ് 2 എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കുക. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധി, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്ന തൊഴിൽപരമായ അവകാശങ്ങൾ ഏർപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ആദ്യ രാജ്യം ഏതാണ്? ബെൽജിയം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധി, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്ന തൊഴിൽപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ ലോകത്തിലെ തന്നെ ആദ്യ നഗരമാണ് ബെൽജിയം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ലേലത്തില് റെക്കോർഡ് തുകയായ 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജെയിൻസ് ടീം വാങ്ങിയ കളിക്കാരൻ ആരാണ്? ഋഷഭ് പന്ത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലേലത്തിൽ റെക്കോർഡ് തുകയായ 27 കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജെയിൻസ് വാങ്ങിയ കളിക്കാരൻ ആരാണ്? ഋഷഭ് പന്താണ്. ഡിഗ ഡിങ്ക 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 എന്ന രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? യുഗാണ്ട. ഡിങ്ക ഡിങ്ക എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത് യുഗാണ്ട. 97ാമത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയായിരുന്നു? ലാപ്പത്ത ലേഡീസ്. 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയായിരുന്നു? ലാപ്പത്ത ലേഡീസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് വി സുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് വി സുബ്രഹ്മണ്യം. 55ാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ ടോക്സിക്. 55ാമത് ഇന്ത്യയിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയില് മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ ടോക്സിക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ എയർലൈൻസ് ഏതാണ്? എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ എയർലൈൻസ് ഏതാണ്? എയർ ഇന്ത്യ. ഏത് നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0? ബിർസ മുണ്ട. ഏത് നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0? ബിർസ മുണ്ട. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 16 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഫ്രീഡം മെമ്മറീസ് 1954 ടു 2021 എന്ന പേരിൽ ഓർമ്മക്കുറിപ്പ് എഴുതിയ ലോക നേതാവ് ആരാണ്? ആംഗല മെർക്കൽ. ഫ്രീഡം മെമ്മറീസ് 1954 ടു 2021 എന്ന പേരിൽ ഓർമ്മക്കുറിപ്പ് എഴുതിയ ലോക നേതാവ് ആരാണ്? ആംഗല മെർക്കലാണ്. നെക്സ്റ്റ് വൺ, ശ്യാം ബെനഗൽ ഏത് രംഗത്ത് പ്രാഗൽഭ്യം നേടിയ വ്യക്തിയാണ്? സിനിമ സംവിധാനം. ശ്യാം ബെനഗൽ ഏത് രംഗത്ത് പ്രാഗൽഭ്യം നേടിയ വ്യക്തിയാണ്? സിനിമ സംവിധാനം. 2024 ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? വിനീഷ്യസ് ജൂനിയർ. 2024 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള കിരീടം നേടിയത് ആരാണ്, അല്ലെങ്കിൽ പുരസ്കാരം നേടിയത് ആരാണ്? വിനീഷ്യസ് ജൂനിയർ ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ആദ്യത്തെ AI യുദ്ധക്കപ്പലായി അറിയപ്പെടുന്നത് ഏതാണ്? INS സൂറത്ത് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ AI യുദ്ധക്കപ്പൽ ഏതാണ്? INS സൂറത്ത് ആണ്. ഹയാത്ത് തഹ്രീൻ അൽ ഷാം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്തത് എവിടെയാണ്? സിറിയ.
ഹയാത്ത് തഹ്രീൻ അൽ ഷാം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുത്തത് എവിടെയാണ്? സിറിയ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ്? ലേയിലാണ്. ഇന്ത്യയിലെ ഏത് തുറമുഖത്തിന് നൽകിയ ലൊക്കേഷൻ കോഡാണ് INTRV01? ഇതിനു മുമ്പ് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് തുറമുഖത്തിന് നൽകിയിട്ടുള്ള ലൊക്കേഷൻ കോഡാണ് INTRV01? ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. 2024 ഡിസംബറിൽ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? സക്കീർ ഹുസൈൻ ഏതാണ്? തബലയാണ്. 2024 ഡിസംബറിൽ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? തബലയാണ് കേട്ടോ. കുട്ടികളുടെ 31ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? ഭോപ്പാൽ. കുട്ടികളുടെ 31ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഭോപ്പാലാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? വന്ദന. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് വന്ദന. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയ വ്യക്തി ആരാണ്? മിഷേൽ ബാച്ച്ലെറ്റ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ വ്യക്തിയാണ് മിഷേൽ ബാച്ച്ലെറ്റ്. അവര് ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കാർട്ടർപുരി ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കാർട്ടർപുരി ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഏത് സംസ്ഥാനത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? എവിടത്തെയാണ്? ബീഹാർ ഗവർണറാണ്. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? എവിടത്തെയാണ്? ബീഹാർ ഗവർണറാണ് എന്ന് ഓർക്കാട്ടോ. ഇന്ത്യയിൽ മഹാപരിനിർവാൺ ദിവസ് ആയി ആചരിക്കുന്നത് ആരുടെ ചരമവാർഷിക ദിനമാണ്? BR അംബേദ്കറുടെ. ഇന്ത്യയിൽ മഹാപരിനിർവാൺ ദിവസ് ആയി ആചരിക്കുന്നത് ആരുടെ ചരമവാർഷികമാണ്? BR അംബേദ്കറുടെ. പ്രഥമ ഖോ ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. പ്രഥമ ഖോ ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ലോകത്ത് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ചൈന. ലോകത്ത് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈന. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറനാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഭംഗിയായിട്ട് വായിച്ചും കേട്ടും നിങ്ങൾ പഠിക്കുക. ആവശ്യമുള്ള കുട്ടികൾ എഴുതി വെച്ച് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.